ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കേരള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കെ സ്മാർട്ട് എന്നത്. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം. ഞാനിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്. സ്മാർട്ട് സെർച്ചുമുണ്ട്, നോർമൽ സെർച്ചുമുണ്ട്. ഞാൻ നോർമൽ സെർച്ചിൽ വന്നതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മുനിസിപ്പാലിറ്റി ആണോ അത് മുനിസിപ്പാലിറ്റി എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ആണാണോ പെണ്ണാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജനിച്ച ദിവസം, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, അത് ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇതിൽ വന്നിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മദറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്ന് നിങ്ങൾക്ക് സെർച്ച് കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞു. താഴേക്ക് നീക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. നിങ്ങൾക്കത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നു. അത് ഓൾറെഡി ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇതാ അത് ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.